ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവക്കാഡോ കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ക്രീമിയും സോഫ്റ്റുമായ പുഡിംഗ് ആണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ട ക്രീമിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അവക്കാഡോയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് 3/4 കപ്പ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഹെവി ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ക്രീം വേണമെങ്കിലും എടുക്കാം. ഫ്രഷ് ക്രീം, കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ക്രീം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി ഇത് പൾസ് മോഡിലിട്ട് ഒരു 3-4 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കണം. അധികം നേരം ബ്ലെൻഡ് ചെയ്യരുത്. ഇത് അങ്ങനെ നമ്മുടെ ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ക്രീം ഒന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ക്രീം നന്നായിട്ട് തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് നമുക്ക് ക്രീം കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട കസ്റ്റാർഡ് മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. വെള്ളമൊന്നും ഒഴിക്കാത്ത പാൽ വേണം എടുക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാലൊക്കെ തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിക്കായി ഒന്ന് ക്രീമി ആയിട്ട് വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് അങ്ങ് തിക്കാവേണ്ട. നമുക്ക് ഈ പുഡിങ്ങിന് ചെറിയ ലൂസായിട്ടുള്ള കസ്റ്റർഡാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പുഡിങ് നല്ല ക്രീമി ആൻഡ് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി ഒന്ന് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതേപോലെ ബ്രെഡാണ് വേണ്ടത്. ബ്രെഡിൻ്റെ ഒരു 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ സൈഡ് നമുക്ക് പുഡിങ്ങിന് ആവശ്യമില്ല. പുഡിങ് ഏത് ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത് ആ ട്രേയുടെ വലുപ്പം അനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണത്തിലും വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ 7 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രേയിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് ആദ്യം തന്നെ ചെറിയൊരു ചൂടോടുകൂടി ആ ഒരു കസ്റ്റാർഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബ്രെഡ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. സൈഡിലൊക്കെ ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബ്രെഡിൻ്റെ മുകളിലേക്ക് ആ ചെറിയ ചൂടോടുകൂടിയുള്ള കസ്റ്റാർഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ടും കാഷ്യൂനട്ടും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ക്രീമിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചോക്കോ ചിപ്പും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 3 ലെയറായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി 3ാമത്തെ ലെയറായിട്ട് അടുത്ത ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിൽ ബാക്കിയുള്ള കസ്റ്റാർഡ് മൊത്തത്തിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ക്രീം മുഴുവനായും ഒഴിച്ച് കൊടുത്ത് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ചോക്കോ ചിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഓവർനൈറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണിത്. ഉറപ്പായും ഇഷ്ടമാകും. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ക്രീമിയും സോഫ്റ്റുമായ പുഡിങ്ങാണിത്. അവക്കാഡോ കൊണ്ട് ഇതിനു മുമ്പ് ഇതേപോലെ പുഡിംഗ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഉറപ്പായും ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്.
ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ബ്രെഡും കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയേയില്ല, അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.